കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കും എന്നതായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ 2000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ വാഗ്ദാനം അതായത് 2500 രൂപയാക്കി പെൻഷൻ ഉയർത്താൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. 2026 ജനുവരിയിൽ അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ പെൻഷൻ തുക 2500 രൂപയാക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായേക്കുമെന്നാണ് സൂചന. ഈ വർധനവ് നടപ്പിലായാൽ 2026 ഏപ്രിൽ മുതൽ ഗുണഭോക്താക്കൾക്ക് 2500 രൂപ വീതം പെൻഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ വിധവാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ പുനർവിവാഹം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് വർഷം തോറും ഹാജരാക്കേണ്ടതുണ്ട്. സാധാരണയായി എല്ലാ വർഷവും ഡിസംബർ മാസത്തിലാണ് വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കാവുന്നതാണ്. ആവശ്യമായ രേഖകൾ റേഷൻ കാർഡ്, ആധാർ കാർഡ്, ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് എന്നിവയാണ്. നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് നേരിട്ട് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിൽ നേരിട്ടെത്തി ഹാജരാക്കുകയാണ് ചെയ്യേണ്ടത്. സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് പ്രകാരം ഈ സർട്ടിഫിക്കറ്റുകൾ ജനുവരി 31 വരെ ഇപ്പോൾ സമർപ്പിക്കാവുന്നതാണ്. പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷന് ഡിസംബർ 22 മുതലാണ് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയത്. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്കാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുക. ട്രാൻസ് വുമൺസിനും അപേക്ഷിക്കാം. അപേക്ഷകൾ സ്വീകരിക്കുന്ന മുറയ്ക്ക് വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ വിതരണം ആരംഭിക്കൂ. വിതരണം ആരംഭിക്കുന്നതിന് മുമ്പായി ഗുണഭോക്താക്കളുടെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ജനുവരി മാസത്തിൽ തുക വിതരണം ചെയ്യുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടില്ലെങ്കിലും അപേക്ഷകൾ വേഗത്തിൽ പരിശോധിച്ച് തീർക്കുകയാണെങ്കിൽ വിതരണ നടപടിയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷന് എങ്ങനെ അപേക്ഷിക്കാം, എന്തൊക്കെ രേഖകൾ വേണം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പെൻഷൻ സംബന്ധിച്ച എല്ലാവിധ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്.